ട്രിനിറ്റി. ഈ ട്രിനിറ്റി എന്ന് പറയുന്ന സാധനം ബൈബിളിലുണ്ടോ? എവിടെയെങ്കിലും ട്രിനിറ്റി എന്ന് പറയുന്നുണ്ടോ? അങ്ങനെ ഇല്ല. ട്രിനിറ്റി എന്ന് പറയുന്ന സങ്കല്പം ബൈബിളിലില്ല. അവരത് അങ്ങനെ വാക്കില്ല, അങ്ങനെ ഡെഫിനിഷനും ഇല്ല. അവരത് ഇങ്ങനെ ചർച്ച ചെയ്ത് ഉണ്ടാക്കിയെടുക്കും. ഒരു ദൈവത്തെ എങ്ങനെ കയറ്റാം? എന്തായാലും ഒരു ദൈവമുണ്ട്. ഇപ്പൊ യേശുവിനെ അഡ്മിറ്റ് ചെയ്യണം. എങ്ങനെ അഡ്മിറ്റ് ചെയ്യാം? 2 കസേര ഇടാം. അങ്ങനെയിട്ട് 2 പുതിയ 2 കസേരയാണ് ഈ പരിശുദ്ധാത്മാവും യേശു. ബൈബിള് തന്നെ, പുതിയ നിയമം തന്നെ ഏകദൈവത്തെ കുറിച്ച് പറയുന്നുണ്ട്. മാർക്ക് 12:29. മാർക്കോസ്, the most important one answered that Jesus is this. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ദൈവം ജീസസ് പറഞ്ഞ എന്താണ്? Hear, O Israel, the Lord our God, the Lord is one. ഇസ്രായേലിന്റെ ദൈവം, നമ്മളുടെ ദൈവം, അവൻ ഏകനാണ് എന്ന് മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 22-ാം വചനം വളരെ കൃത്യമായിട്ട് പുതിയ നിയമത്തിൽ തന്നെ പറയുന്നു. ഇത് എന്തുകൊണ്ട് ഇത്? നമ്മൾ ഈ കഥ ഇത് ഫിലോസഫിക്കലായിട്ട് മാത്രമേ ഞാൻ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ പറയുന്ന പ്രിമിസസ് ഒക്കെ നിങ്ങൾ മുന്നോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബാഫ്ലിംഗ് ലോജിക്. സീറ്റില്ല, ഒറ്റ സീറ്റേ ഉള്ളൂ. അപ്പം ഒരു LD ക്ലാർക്ക്, ഒറ്റ വേക്കൻസി, 3 കസേരയിട്ട് 3 ക്ലാർക്കുമാർ ജോലി ചെയ്യുന്ന രീതിയിലാണ്. ഇത് ഉഡായിപ്പാണ്. ഇത് ഈ ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ഉഡായിപ്പാണ്.